ക്രിമിനലുകളെ പോലീസിൽ വെച്ച് പൊറുപ്പിക്കില്ല, അതുപോലെ ഗുണ്ടകളെ പോലീസിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനം കൂടെ വരുന്നുണ്ട്. ഈ പോലീസുകാരെ ആരാ ഈ ക്രിമിനലുകളാക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ പോരെ? എളുപ്പമുണ്ടല്ലോ കണ്ടുപിടിക്കാൻ. ഈ ഭരിക്കുന്ന പാർട്ടികൾ സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ ഈ പോലീസിനെ അവരുടെ ചട്ടുകങ്ങളായിട്ട് മാറ്റും, രാഷ്ട്രീയ പാർട്ടികൾ. അങ്ങനെ അവരുടെ കയ്യിലെ ചട്ടുകമായിട്ട് പോലീസ് മാറുമ്പോൾ അതിൽ ഗുണ്ടകളുണ്ടാവും, അതിൽ ക്രിമിനലുകൾ ഉണ്ടായി പോവും. കാരണം അവർക്ക് സംരക്ഷണം കിട്ടും. കാരണം അവരെ കൊണ്ട് കൊള്ളരുതാത്ത പണി ചെയ്യിപ്പിക്കുമ്പോൾ നീ അവിടുന്ന് ഒരു 10 തേങ്ങ ഇഞ്ഞ് എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു 12 തേങ്ങ എടുത്തുകൊണ്ട് വരും. കാരണം എന്താ, 2 തേങ്ങ അങ്ങ് എടുക്കും. ചോദിക്കാൻ ഒക്കത്തില്ല, നീ എന്തിനാ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്നെ കൊണ്ട് 10 എടുപ്പിച്ചില്ലേ എന്ന് തിരിച്ചു ചോദിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇവരെ ആരാണ് ക്രിമിനലുകളാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ നേതൃത്വം മാത്രമല്ല, താഴെ കിടയിലുള്ള ആളുകൾ വരെ ഇവരെ ഭരിക്കും. ആ രീതിയിലാണ് ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് ഇന്നാൾ കണ്ടില്ലേ, ഒരിക്കൽ ഒരു ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കൊടിയെങ്ങാണ്ട് കൊണ്ട് നാട്ടി. അത് ഫോറസ്റ്റുകാർ പിഴുതെടുത്ത് കളഞ്ഞു. കാരണം അവർ പൊതുസ്ഥലത്താണ് കൊണ്ടുവന്ന് നാട്ടിയത്, ഫോറസ്റ്റിൻ്റെ സ്ഥലത്ത്. അവരത് റിമൂവ് ചെയ്തതിന് ശേഷം എന്താ, ഒരു വെട്ടുകത്തിയും കൊണ്ടൊക്കെ ഓരോരുത്തന്മാർ ചെന്നിട്ട് നിൻ്റെയൊക്കെ കൈ വെട്ടിക്കളയും, കാല് വെട്ടിക്കളയും എന്നാ പറഞ്ഞേക്കുന്നത്, തീർക്കുന്നത്. എന്നിട്ട് അവർക്കെതിരെ കേസൊന്നും എടുക്കുന്നില്ല. വളരെയധികം ഒച്ചപ്പാട് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് കേസെടുക്കാൻ തയ്യാറാവുന്നത്. അതാ കാര്യം. അവിടെ ഭീഷണി പരസ്യമായിട്ട് വെട്ടുകത്തിയും കൊണ്ടുവന്ന് നിൻ്റെയൊക്കെ കാല് വെട്ടിക്കളയും, കൈ വെട്ടിക്കളയും എന്ന് പറയുന്നവന്മാരെ നമ്മൾ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എന്നിട്ട് അതിന് ഒത്താശ പാടാനായിട്ട് ഈ പോലീസുകാർ വരും. കാരണം പോലീസുകാർ അതിനെതിരെ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ചിലപ്പോൾ കണ്ണടച്ച് ഉറങ്ങുന്നതിന് മുമ്പ് കോടാകുളഞ്ഞിലായിരിക്കും പോയിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരേണ്ട ആ ഗതികേട് വരുന്ന ഉടനെ ഇവർക്ക് വേറെ മാർഗമില്ല. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ ഈ അതേപോലെ തന്നെ ഈ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം അതെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കയറൂരി വിടുന്നവരെ ആലോചിക്കണം, ആരാ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് ചിന്തിക്കണം. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചെയ്തു വെക്കാറുണ്ട്. കാരണം ഇവരെ പുണ്യാളുകളായിട്ട് യൂസ് ചെയ്യുക പോലീസിനെ. അപ്പോൾ അവർക്ക് അവരുടെ ഭാഗം ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളെ സംരക്ഷിക്കാനായിട്ട് ഒരു ബാധ്യത പോലീസിന് വരുന്നുണ്ടെങ്കിൽ പോലീസും അവരുമായിട്ടൊരു അവിശുദ്ധ ബന്ധം വന്നു പോവും. മനുഷ്യരല്ലേ, കുറ്റമല്ല. അങ്ങനെ ആ രീതി വരും. അങ്ങനെ വരരുത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിപ്പിക്കാൻ പോലും അവരങ്ങനെ ആയിപ്പോവും. അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് പോലീസിലെ ഇങ്ങനെ ആക്കുന്നത് വേറെ ആരുമല്ല, ഈ ഭരിക്കുന്ന വർഗം തന്നെയാണ്, വേറെ ആരുമല്ല. അതാണ് കാര്യം.